കൈരളി ന്യൂസിൻ്റെ പടക്കളം നെടുമുടിയിലാണ് എത്തിയിരിക്കുന്നത്. നെടുമുടി വേണു, കാവാലം, ഒപ്പം ജോൺ അബ്രഹാം, തകഴി ശിവശങ്കരപ്പിള്ള, ഇങ്ങനെ സാംസ്കാരിക സമ്പന്നതയുടെ തരംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ഭൂമികയിൽ ഇവിടെ നെല്ലറയുണ്ട്. അങ്ങനെയുള്ള പ്രദേശത്തിന് എന്താണ് പറയാനുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നോക്കാം. വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പരിചയപ്പെടാം. TK അരവിന്ദാക്ഷൻ NDA പ്രതിനിധി, H സലാം MLA LDF പ്രതിനിധി, ഒപ്പം AA ഷുക്കൂർ UDF പ്രതിനിധി. തുടങ്ങാം നമുക്ക്. അതായത് ശ്രീ അരവിന്ദാക്ഷൻ, നെല്ലറയാണിത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ഐതിഹാസികമായ ഒരു ചുവടുവയ്പ് കേരളം നടത്തിയതിൻ്റെ സമയമാണിത്. 30 രൂപ താങ്ങുവില നൽകുന്ന ഏക സംസ്ഥാനം കേരളമായി നിൽക്കുന്നു. അതിൽ കേന്ദ്രം വരുത്തിയ വലിയ അലംഭാവം, അതാണ് പ്രധാനമായും മറ്റ് കക്ഷികൾ ഉയർത്തുന്ന പ്രശ്നം. അങ്ങനെ മറ്റ് കക്ഷികളോ ഇവിടുത്തെ കർഷകരോ ഉയർത്തുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നെല്ലിന് കർഷകർക്ക് ഓരോ പ്രാവശ്യവും വില വർദ്ധിപ്പിക്കുക ചെയ്ത്. കേന്ദ്ര ഗവൺമെൻറ് വില കൂട്ടുമ്പോൾ കേരളത്തിൻ്റെ വിഹിതം ഓരോ പ്രാവശ്യം കുറയുകയാണ് ചെയ്തത്. അമ്പലപ്പുഴ രാജാവിൻ്റെ ചുണ്ടൻവള്ളം ഒരിടിക്ക് മുൻപോട്ട് പോകുമ്പോൾ കായംകുളം രാജാവിന് പണിത് കൊടുത്ത വള്ളം ഒരിടിക്ക് പുറകോട്ട് പോകുന്നത് പോലെ കേന്ദ്ര ഗവൺമെൻറ് കർഷകർക്ക് നെല്ലിൻ്റെ വില കൃത്യമായി കൂട്ടുമ്പം കേരളത്തിലെ സർക്കാർ ആനുപാതികമായിട്ട് കുറയ്ക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ കർഷകർക്ക് ഇപ്പോഴും പഴയ വില തന്നെയാണ് കിട്ടുന്നത്. യഥാർത്ഥത്തിൽ 33 രൂപ കർഷകർക്ക് കിട്ടേണ്ടതാണ്. ഇപ്പോഴത് കിട്ടുന്നില്ല. ഈ കഴിഞ്ഞ പൂർണ്ണമായും കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഇതിൽ കേന്ദ്രം ഏത് രീതിയിലാണ് സഹകരിക്കുന്നത്? പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലാണ്. ഭക്ഷ്യ ശൃംഖലയുമായി ബന്ധപ്പെട്ട് പല സംസ്ഥാനങ്ങൾക്കും പല രീതിയിലുള്ള ഓരോ കൃഷി ചെലവിനെ സംബന്ധിച്ചുകൊണ്ട്. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് പാലക്കാടും തൃശ്ശൂരും ഉണ്ടാകുന്ന ചെലവിനേക്കാളും കൂടുതലാണ് നമ്മുടെ കുട്ടനാട്ടിലുള്ള കൃഷി ചെലവുകൾ. അപ്പോൾ അതുപോലെ കേരളത്തിലെ കൃഷി ചെലവിനേക്കാൾ കുറവാണ് കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വരുന്നത്. ആനുപാതികമായിട്ട് അതനുസരിച്ചാണ് കേരളത്തിലെ കൃഷിക്ക് ചെലവ് കൂടുതലുള്ള ബാങ്കുകളുടെ കൺസോർഷ്യം രൂപീകരിച്ച് സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ എഫേർട്ട് എടുക്കേണ്ടി വന്നത് ഏത് സാഹചര്യത്തിലാണ്? കൃത്യമായ കേന്ദ്ര ഗവൺമെൻറ് ഈ ഭക്ഷ്യദാനത്തിനുള്ള നെല്ലിന് പണം കൊടുക്കുന്നുണ്ട് കൃത്യമായി. പക്ഷേ അതിൻ്റെ വരവ് ചെലവ് കണക്ക് കൊടുക്കേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട്. പ്രത്യേകിച്ച് ആ കൈകാര്യം ചെയ്യുന്ന സിവിൽ സപ്ലൈസ് വകുപ്പ് കൃത്യമായി കണക്ക് കൊടുക്കണം. ഓഡിറ്റുള്ള അത്തരത്തിലുള്ള സംവിധാനമാകുമ്പോൾ കൃത്യമായി പണം നൽകിയെങ്കിൽ അതിൻ്റെ കണക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ആരായാലും ഏത് ഗവൺമെൻറ് ആയാലും കൊടുക്കത്തുള്ളൂ. ശ്രീ H സലാം, നിങ്ങൾക്കെതിരെയുള്ള പ്രധാനമായും BJP ഉന്നയിക്കുന്ന ആരോപണം ഇതാണ്, കണക്ക് കൃത്യമായി കൊടുക്കുന്നില്ല എന്നുള്ള ആരോപണം. അതിന് മറുപടി ഉണ്ടോ? അദ്ദേഹം പറഞ്ഞത് BJP ഓഫീസിലെ ക്ലാസിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ വർഷം നെല്ല് സംഭരിച്ചതിൻ്റെ ഭാഗമായി കൊണ്ടുപോയ നെല്ലിൻ്റെ വിഹിതം അതിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് തരേണ്ട, മെജോറിറ്റി കേന്ദ്ര ഗവൺമെൻറ്റാണല്ലോ തരേണ്ടത്. 6 രൂപ 7 രൂപയാണ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് വരിക. ബാക്കി 28 രൂപ 20 പൈസയിൽ ബാക്കി മുഴുവൻ പൈസയും കേന്ദ്രം തരേണ്ടതാണ്. കഴിഞ്ഞ വർഷം ഈ കുട്ടനാട്ടിൽ നെല്ല് കയറ്റിക്കൊണ്ടുപോയ നെല്ലെടുത്തതിൻ്റെ ഭാഗമായ പണം ഈ സംസ്ഥാനത്തിന് കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടുണ്ടോ? കഴിഞ്ഞതിൻ്റെ മുന്നേ വർഷത്തെ വിഹിതം ഈ സംസ്ഥാനത്തിന് കിട്ടിയിട്ടുണ്ടോ? ഏതാണ്ട് കൃത്യമായ നിയമസഭയിൽ തന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. കൃത്യമായ രേഖയാണല്ലോ. 1900 ചില്ലുവാനും കോടി രൂപ നെല്ല് സംഭരണത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം സംസ്ഥാനത്തിന് കിട്ടാനുണ്ട് എന്നതല്ല യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കണ്ണടച്ചിട്ട് വെറുതെ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ പറ്റിച്ചിട്ട് കാര്യമുണ്ടോ? അത് സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നത്, അവർ പൈസ തന്നില്ല എങ്കിലും നമ്മൾ സ്ലിപ്പ് കൊടുത്ത് കൃഷിക്കാർക്ക് യഥാസമയം പൈസ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിനാണ് കേരളത്തിൽ ബാങ്ക് കൺസോർഷ്യം ഉൾപ്പെടെ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്ക് ചില ബാങ്കുകാരുടെ നിസ്സഹകരണമൊക്കെ ഇടയ്ക്ക് വന്നു. അതെല്ലാം പരിഹരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്ന കാര്യം. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം കൊയ്ത്ത് കഴിഞ്ഞാൽ കളത്തിൽ നെല്ല് കയറി പോകുമ്പോൾ അപ്പം തന്നെ പണം കിട്ടണമെന്ന വികാരമാണ്. അത് ഞങ്ങളുടെ എല്ലാം വികാരം അങ്ങനെ തന്നെയാണ്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കൃത്യമായി തരാത്തതിൻ്റെ ഭാഗമായി സംഭവിക്കുന്ന പ്രശ്നം അത് പരിഹരിക്കാൻ നമ്മുടെ ഗവൺമെൻറ് ശ്രമിക്കുന്നു. അത് ശ്രമിക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം, ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നമുണ്ട്. കേരളത്തിലെ മില്ലുടമകൾ അത് നിസ്സഹകരിക്കുകയാണ്. ഇപ്പോൾ 5 മില്ല് മാത്രമേ ഈ എഗ്രിമെൻ്റ് ഭാഗമായിട്ട് വന്നിട്ടുള്ളൂ. ആ 5 മില്ലിൽ 1 മില്ല് മാത്രമേ വലിയ മില്ലുള്ളൂ, ബാക്കിയെല്ലാം ചെറിയ മില്ലുകളാണ്. ബാക്കിയെല്ലാം ഒരു അസോസിയേഷനായിട്ട് മാറി നിന്നിട്ട് ഒരു തടസ്സവാദം പറഞ്ഞ് പോകുന്ന സാഹചര്യമാണ് വരുന്നത്. മുഖ്യമന്ത്രി വിളിച്ചു കൂട്ടിയ ചർച്ചയുടെ ഭാഗമായി തീരുമാനം കൈക്കൊണ്ടു അവിടെ സമ്മതിച്ചു പോയതിനു ശേഷം ഇപ്പോഴും ചില ആൾക്കാർ നിസ്സഹകരിക്കുന്ന സാഹചര്യം വരുന്നു. ഞാനിത് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഉണ്ടായതല്ലല്ലോ, സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ ഉണ്ടായതല്ലല്ലോ, നെൽകൃഷിയുടെ ഇപ്പോൾ ഉണ്ടായതല്ലല്ലോ, കൊയ്ത്ത് ഇപ്പോൾ ഉണ്ടായതല്ലല്ലോ. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാനം എത്രയോ കൊല്ലമായുള്ള കാര്യമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി വന്ന് ഈ സമയത്ത് മാത്രം എന്തോ പുതിയ കാര്യം പൊട്ടിപ്പുറപ്പെട്ടു എന്ന മട്ടിലേക്ക് പറയാൻ പാടില്ല. കണക്ക് കൊടുത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിന് ക്ലാസ് കിട്ടിയതിൻ്റെ ഭാഗമായി പറയുന്ന കാര്യമാണ്. അതെല്ലാം നിയമസഭ രേഖയാണ്. നിങ്ങളിങ്ങനെ പറഞ്ഞ പുറമേക്ക് പൊതുവർത്തമാനം പറയുമ്പോൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങളെല്ലാം അതിൻ്റെ വസ്തുതകളെ
രേഖകൾ വെച്ചുകൊണ്ട് തന്നെ സംസ്ഥാന നിയമസഭയിൽ കേരളത്തിലെ മന്ത്രിമാർ, ധനകാര്യമന്ത്രിയും പറഞ്ഞു, അതുപോലെ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയും അത് സ്റ്റേറ്റ്മെൻറ്റായി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നിയമസഭാ രേഖ പോയി നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ പാർലമെൻറ്റ് രേഖ വയ്ക്കുക, അങ്ങനെയാണെങ്കിൽ അങ്ങനെ വയ്ക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബോധ്യമാകാൻ കഴിയുന്ന നിലയിലേക്കുള്ള രേഖയോ സബ്മിഷനോ ഒന്നും ഉണ്ടാക്കുന്നില്ല. പുറമേ പൊതുവർത്താനം പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ആരും ചോദിക്കില്ല എന്ന മട്ടിലേക്ക് ഒരു ഉത്തരം പറയുന്ന ഭംഗിയില്ല. നമ്മളെല്ലാം ഒരു നാട്ടിലെ കൃഷിക്കാരൻ്റെ വികാരത്തിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനം നിൽക്കുക എന്ന കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. തീർച്ചയായും. ശ്രീ എ ഷുക്കൂർക്ക, ഞാനിന്ന് കൈനഗിരിയിലെ കുറച്ച് പേരെ ഇവിടെ കണ്ടു. അവർ പെൻഷൻ വാങ്ങിയിട്ട് വന്നതാണ്. ഏതാണ്ട് 3600 രൂപയാണ് കിട്ടിയത്. വലിയ സന്തോഷമാണ് അവർ. ഈ ജനക്ഷേമ പദ്ധതികൾ മുമ്പോട്ട് വെച്ചാണ് LDF ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ നേതാക്കന്മാർ തമ്മിൽ തർക്കം, രാഹുൽ മാങ്കൂട്ടം പങ്കെടുക്കണോ വേണ്ടയോ എന്ന്. ഷുക്കൂർക്ക മറുപടി. ഈ പെൻഷൻ്റെ കാര്യം പറയുമ്പോഴേ, ഈ ഒരു പെൻഷൻ കൊടുക്കാൻ വേണ്ടി, കൃത്യമായി ശമ്പളം കൊടുക്കുന്ന പോലെ കൊടുക്കാൻ വേണ്ടി 2 രൂപ വീതം സെസ് പെട്രോളിന് വാങ്ങി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ട് കൃത്യമായി കൊടുക്കാത്ത ആളുകൾ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ കടമെടുത്ത് കൊടുക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇതിനിടെ കൊടുക്കാത്ത എന്തേ? നിർമ്മാണ തൊഴിലാളികളുടെ 19 മാസത്തെ കുടിശ്ശികയുണ്ട്, കൊടുത്തോ? മത്സ്യത്തൊഴിലാളികളുടെ 5 മാസത്തെ കുടിശ്ശികയുണ്ട്, കൊടുത്തോ? 16 തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിലെ തൊഴിലാളി ക്ഷേമനിധി പ്രവർത്തനം തടസ്സപ്പെടുത്തിയൊരു സർക്കാരാണ്. ഒരു ആനുകൂല്യം കൊടുക്കുന്നില്ല. പെൻഷൻ മാത്രമല്ല, വിദ്യാഭ്യാസ ആനുകൂല്യം, പ്രസവ ആനുകൂല്യം, വിരമിക്കൽ ആനുകൂല്യം, എല്ലാ തൊഴിലാളി ക്ഷേമനിധി ബോർഡും എടുത്തോ. ഈ പെൻഷൻ പറ്റിയാൽ അപ്പോൾ ഇവിടെ പെൻഷൻ്റെ ഇതൊരു തട്ടിപ്പല്ലേ? എല്ലാ മാസവും 2 വർഷം പെൻഷൻ തട്ടിപ്പാണ്. ഞാൻ ഒന്ന് പറഞ്ഞു, അങ്ങനെ തട്ടിപ്പൊന്ന് ആർഷകർ കൊണ്ടുവന്നതാണെന്ന് ഈ പെൻഷൻ. ഈ സംസ്ഥാനത്ത് ആർഷകർ കൊണ്ടുവന്നതാണ് ഈ പെൻഷൻ. ഏത് 1965 അതിന് മുമ്പുള്ള കാലഘട്ടം ഉണ്ടല്ലോ, ആ വർഷം. നിങ്ങൾ ദേശാഭിമാനി വേറെ എഴുതി, ഞാൻ അതിന്റെ രേഖ എടുത്തു തരാം, രേഖ തരാം. നിങ്ങൾ ഗൂഗിളിൽ പോകൂ, കൃത്യമായി കിട്ടും. കൃത്യമായി പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ ആദ്യമായി. പിന്നെ തൊഴിലാളി ക്ഷേമ, പട്ടംതാണ പിള്ളയുടെ കാലത്ത് പെൻഷന്റെ ഈ ആനുകൂല്യങ്ങൾ തുടങ്ങി. അത് ആർശങ്കർ ഇത് പറയല്ലേ, ഈ ജനങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു. ഇപ്പൊ കൊടുക്കുന്ന പെൻഷൻ നിങ്ങൾ 1.5 വർഷം മുമ്പ് ഈ പെൻഷൻ മാസാമാസം കൊടുക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന്, പോക്കറ്റിൽ നിന്ന്, എല്ലാവരിൽ നിന്നും ഇപ്പോഴും അടിക്കുന്നില്ലേ? എപ്പോഴും വാങ്ങിച്ചോണ്ടിരിക്കുകയല്ലേ 2 രൂപ വെച്ച്? അതെവിടെ കൊടുക്കണ്ട? തെരഞ്ഞെടുപ്പ് വന്നപ്പോ തട്ടിപ്പ്. മുമ്പ് കിറ്റ് കൊടുത്ത പല ഏർപ്പാടും നടത്തിയതുപോലെ ഇപ്പോഴും നടത്തി നോക്കുകയാണ്. എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കാണാം. ജനത്തെ വളരെ പറയാൻ പോകുക. തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഇവരെ തട്ടിപ്പ് നടത്തിയത് 1.5 വർഷം മുമ്പാണ്. ആ പണം സർക്കാർ വകമാറ്റി ചെലവഴിച്ച് ആ രൂപത്തിൽ പോയി. ഇപ്പോ 10,000 കോടി കടമെടുത്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. 10,000 കൊടുത്ത്. അപ്പൊ പണത്തിന്റെ കണക്കൂടെ കേൾക്കണം നിങ്ങൾ. 1,65,000 കോടി EMS മുതൽ ഉമ്മൻചാണ്ടി വരെ 59 വർഷം പൊതുക്കടം. ഇപ്പോഴത്തെ പൊതുക്കടം 3,30,000 കോടി 9 വർഷം പിണറായി സർക്കാർ. കേരളത്തിന്റെ കടമാണ്, പൊതുക്കടമാണ് ഞാൻ പറഞ്ഞത്. ഇത് എങ്ങോട്ട് ചെന്ന് തരും? എവിടെ ചെന്ന് കേരളം? നമുക്ക് മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രനുണ്ട്. ശ്രീ ജയചന്ദ്രൻ, നെല്ലിനെ കുറിച്ച് പറഞ്ഞു, ഒപ്പം ക്ഷേമ പെൻഷനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഇവരോട് ചോദിക്കാനുള്ള? ആരോടാണ് ചോദ്യം? പ്രിയപ്പെട്ട സ്നേഹിതൻ അരവിന്ദാക്ഷൻ പറഞ്ഞ കാര്യത്തിൽ തന്നെയാണ് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ നെല്ല് സംഭരണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഈ നെല്ല് സംഭരണത്തിന് ആരാണ് നെല്ല് സംഭരിക്കാൻ തീരുമാനിച്ചതും പണം കൊടുക്കാൻ തീരുമാനിച്ചതും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കാണണം. നമ്മുടെ കേരളത്തിൽ 85 പദ്ധതികൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സെൻട്രലി സ്പോൺസേർഡ് സ്കീം. അത് 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റുമാണ് ചെലവഴിക്കേണ്ടത്. അതിൽ 100%, ഞാൻ ആവർത്തിച്ച് പറയുന്നു, 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ട് ഒറ്റ പദ്ധതിയേ ഉള്ളൂ. അതിൻ്റെ പേരാണ് നെല്ല് സംഭരണ പദ്ധതി. സെൻട്രലി സ്പോൺസേർഡ് സ്കീമിൽ 100% കേന്ദ്രം പണം തന്ന് നെല്ല് വാങ്ങി പൈസ കൊടുക്കേണ്ട ഒറ്റ പദ്ധതിയേ ഉള്ളൂ. അത് നെല്ല് സംഭരണ പദ്ധതിയാണ്. ഇതിൽ ആരാണ് ചെയ്യുന്നത്? ഇതിനൊരു കമ്മീഷനുണ്ട്. CACP എന്നാണ് കമ്മീഷൻ്റെ പേര്. കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസിങ്. ഇത് കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ കീഴിലാണുള്ളത്. മലയാളത്തിൽ നമ്മൾ സാധാരണ എളുപ്പത്തിൽ പറയാൻ വേണ്ടി കാർഷിക വില നിർണ്ണയ കമ്മീഷൻ എന്ന് പറയും.
ഈ കാർഷിക വില നിർണ്ണയ കമ്മീഷനാണ് ഇന്ത്യയിലാകെയുള്ള നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും ഒക്കെ തറവിലം തീരുമാനിക്കുന്നത്. ഈ തറവില തീരുമാനിക്കാൻ സ്റ്റേറ്റുകൾക്ക് അധികാരമില്ല. അപ്പോൾ നമ്മുടെ പ്രശ്നം, നമ്മുടെ സംസ്ഥാനത്ത് ഉപഭോക്തൃ സംസ്ഥാനമായതുകൊണ്ട് നമുക്ക് ചിലവ് കൂടുതലാണ്, കൃഷിക്കാർക്ക് കൂടുതൽ പണം കിട്ടണം. അതുകൊണ്ട് കേന്ദ്രം തരുന്ന താങ്ങുവില പര്യാപ്തമല്ല. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചു, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഒരു പ്രോത്സാഹന ബോണസായി സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസ് SIB എന്നാണ് പറയുന്നത്, ഈ സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസ് കൊടുക്കാൻ തീരുമാനിച്ചു. ആ സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസ് കൊടുക്കുമ്പോൾ CSEPക്കാർ, അത് കേന്ദ്രത്തിലിരിക്കുന്ന ഈ ഭക്ഷ്യവകുപ്പിൻ്റെ, ഇത് തുടങ്ങുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തല്ല, 1965 മുതൽ ഈ നെല്ല് സംഭരണ പദ്ധതി തുടങ്ങുന്നുണ്ട്. 1965 മുതൽ, അതായത് ഭക്ഷ്യക്ഷാമം രൂക്ഷമായി നിൽക്കുന്ന സമയം മുതൽ. ഇപ്പോൾ ഈ 16 കഴിഞ്ഞപ്പോഴേക്ക് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രാലയം പറയുകയാണ്, നിങ്ങളിത് കുറയ്ക്കണം, നിങ്ങൾ കൊടുക്കുന്ന സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസ് വീണ്ടും കുറയ്ക്കണമെന്ന് പറയാൻ കാര്യം മറ്റൊന്നുമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് നെല്ലിങ്ങോട്ട് കയറ്റി അയക്കപ്പെടുന്നു കേരളത്തിലേക്ക്. എന്നിട്ട് ഇവിടെ നിന്നാണ് അത് കൊടുക്കുന്നത്. സ്റ്റേറ്റ് ഒട്ടാകെയുള്ള, ഇന്ത്യ ഒട്ടാകെയുള്ള താങ്ങുവില കിട്ടുന്നില്ല എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്, സ്റ്റേറ്റിൻ്റെ കൂടെ കേരളത്തിൽ കയറിയാൽ കിട്ടും, അതുകൊണ്ട് കേരളത്തിൽ വന്ന് നെല്ല് കൊടുക്കുന്നു. മാർക്കറ്റ് ഇൻ്റർവെൻഷന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളത് കുറയ്ക്കണം. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചോളം 30 രൂപ കൊടുക്കണം, പക്ഷേ ഒരു ഒത്തുതീർപ്പ് എന്നുള്ള നിലയിൽ പരസ്പരം സംസാരിച്ച് 28 രൂപ 20 പൈസ തീരുമാനിച്ചു. ചേട്ടാ, ഒരു സംശയം. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും അരി ഇവിടെ നെല്ല് കൊണ്ടുവന്നിട്ട് ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം തട്ടിയെടുക്കാൻ വേണ്ടി വലിയ ലോബി ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ മില്ലുടമകൾ ഉൾപ്പെടെയുള്ള ആളുകൾ വ്യാജമായിട്ടുള്ള രേഖകളുണ്ടാക്കി തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും നെല്ല് കൊണ്ടുവന്നിട്ട് ഇടയ്ക്കുള്ള 7 രൂപ അടിച്ചെടുക്കാനുള്ള ഒരു വലിയ ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അങ്ങനെ വരുമ്പം മറ്റ് സ്റ്റേറ്റിൽ നിങ്ങൾ വരുന്നുണ്ട്, അതിനെതിരെ തടയിടാനുള്ള നടപടികൾ സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിക്കേണ്ടതാണ്. അത് സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ഞാനത് പറയട്ടെ, ഇവിടുത്തെ പ്രശ്നം എന്ന് പറയാം, കൃഷിക്കാർക്ക് പണം കിട്ടുന്നതിൻ്റെ പ്രശ്നമാണല്ലോ. ഇവിടെ ഇങ്ങനെ കൃത്യമായി നമ്മളിതൊക്കെ സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസ് കൊടുക്കുന്നുണ്ട്, കേന്ദ്രത്തിന് താങ്ങുവിലയുണ്ട്, എങ്കിലും കൃത്യമായി പണം കൊടുക്കാൻ പറ്റുന്നില്ല കൃഷിക്കാർക്ക്. അപ്പോഴാണ് സർക്കാർ ബാങ്കുകളുടെ ഒരു കൺസോർഷ്യമായി കൂടിയാലോചിച്ച് ബാങ്കുകൾ PRS, പാഡി റസീറ്റ് ഷീറ്റ്, സ്ലിപ്പ്, ഇത് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക, ബാങ്കുകൾ വാങ്ങിച്ചു വെച്ച് അവർക്ക് പണം കൊടുക്കുക. നിങ്ങൾ കൊടുക്കുന്ന പണത്തിൻ്റെ പലിശ സ്റ്റേറ്റ് ഗവൺമെൻറ് തരും. അതാണ് അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന് പലിശ സംസ്ഥാന ഗവൺമെന്റ് പലിശ നൽകുന്നു ബാങ്കിന്. പക്ഷേ വേറൊരു കാര്യത്തിന് വേണ്ടി സ്വന്തം മകളെ കെട്ടിച്ചു വിടാനോ ഒരു വീട്ടിലൊരു ചടങ്ങ് നടക്കാൻ വേണ്ടിയോ ബാങ്കിലേക്ക് ലോണിന് ഒരു കർഷകനും അങ്ങോട്ട് ചെല്ലാൻ പറ്റിയല്ല. ഈ സർക്കാരിൻ്റെ ലോൺ, ഈ നെൽ കർഷകർ, ഞാൻ നെല്ല് കൊടുക്കുന്ന ആളാണ്, ഞാൻ കർഷകനാണ്. ഞാൻ എൻ്റെ നെല്ലിന് ഇത്ര PRS വായ്പ എടുത്തിട്ട് എത്ര രൂപ സംഭരണം കിട്ടുന്നത്? താങ്ങൂല 28 രൂപ 20 പൈസയിൽ കിട്ടുന്നുള്ളൂ. 30 രൂപയല്ലേ? അല്ല, ഇപ്പൊ കിട്ടുന്ന 30 രൂപയല്ലേ? അത് ഈ രണ്ടാം കൃഷി അല്ലല്ല. എവിടെ കിട്ടിയ 28 രൂപ 20 പൈസ കിട്ടുന്നുള്ളൂ. 30 എവിടെ കിട്ടുന്നു? 30 എങ്ങും കിട്ടുന്നില്ല. എവിടെ കിട്ടി? ഇല്ലില്ല, എങ്ങും കിട്ടിയിട്ടില്ല. എവിടെ കിട്ടാൻ തുടങ്ങി? അറിയാത്തോണ്ടാ നെല്ല് സംഭരിപ്പിച്ച ആളുകളുടെ അക്കൗണ്ടിൽ 30 രൂപ കിട്ടി. കർഷകന് കിട്ടി, കർഷകന് കിട്ടി. അറിയുന്നില്ല, കാര്യം അറിയത്തില്ല. ഇവിടെ ഈ നെടുമുടി പഞ്ചായത്തിൽ ഈ പ്രദേശത്ത് തന്നെ ഞങ്ങൾക്ക് ഇത്തവണ വിത്ത് കിട്ടിയിട്ടില്ല. കൃഷി വകുപ്പ് എവിടെയായിരുന്നു? വിത്ത് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞങ്ങൾ സ്വന്തം കാശിന് വിത്ത് മേടിച്ചിറക്കിയാണ് ചെമ്പടി ചക്കങ്കരി പാടശേഖരം കൃഷി ചെയ്യുന്നത്. തന്നോളാന്ന് പറയുന്നുണ്ട്. ചമ്പക്കുളം പഞ്ചായത്തിലെ ചെമ്പടി ചക്കങ്കരി പാടശേഖരം. അത് പൊതുവായ പ്രശ്നം എന്തായാലും ഇല്ല. രണ്ടാമത്തേത്, ഞങ്ങൾ 100 കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ 28 രൂപ 20 പൈസ വെച്ചാണ് ഇന്ന് വരെ കിട്ടിക്കൊണ്ട്, ഇപ്പോൾ 30 ആക്കിയെന്ന് പറയും. ശരിയല്ലേ? ഒരു 100 കിലോ നെല്ലിന് ശരാശരി ഒരു 65 കിലോ അരി കിട്ടുമോ? അതിനൊരു 50 രൂപ വില വെച്ച് കൂട്ടിയാൽ ഒരു 4000 രൂപയുടെ അരിയുണ്ടോ? ഞങ്ങൾക്ക് എന്തിനാ ഈ കേരളത്തിൻ്റെയും കേന്ദ്രത്തിൻ്റെയും പൈസ? ഈ 50 രൂപ വെച്ചുള്ള പൈസ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഇങ്ങോട്ട് തന്നാൽ പോരെ? ഈ സബ്സിഡി മറ്റേ ഇത് കയറ്റി ലോറിയെ കയറ്റുന്ന വരെയുള്ള സർവ്വ ചെലവും ഞങ്ങൾ കൃഷിക്കാരനാണോ ചെയ്യുന്നത്? മറുപടി പറയട്ടെ. ഇതിനകത്ത് പ്രശ്നം വെച്ചാൽ ഇതിന്റെ ഒന്ന്, നമുക്ക് സംഭരണത്തിന്റെ ഭാഗമായി നേരത്തെ ഇവിടെ ശ്രീ ജയചന്ദ്രൻ അദ്ദേഹം സംസാരിച്ച വിശദാംശം വീണ്ടും ആവർത്തിക്കേണ്ടതായിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് വിഹിതം നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ഷെയർ ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത്. അത് കൃത്യമായി കിട്ടിയാൽ ഒരു പ്രയാസമില്ല, കൊടുക്കാൻ കഴിയും. ഇവിടെ PRSന്റെ കാര്യം പറഞ്ഞു,
അതിൽ ഈ അവിടെ തരാതിരിക്കുമ്പോഴും കേന്ദ്രം സമയത്ത് മുൻ വർഷത്തെ പോലെ ഈ വർഷം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിലും മുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സിസ്റ്റം നമ്മൾ കൊണ്ടുവന്നത്. അതിൻ്റെ ഇവിടെ പറഞ്ഞ പോലെ പലിശ ഗവൺമെൻറ് വഹിച്ചിട്ടാണ് ആ കാര്യം ചെയ്യുക. നെല്ല് സംഭരണത്തിൻ്റെ 28-20 ആയിരുന്നു, ഇപ്പോൾ ഗവൺമെൻറ് 30 നിശ്ചയിച്ചു. ഈ സീസണിൽ എടുക്കുന്ന നെല്ലിൻ്റെ വില പൂർണ്ണമായി 30 രൂപ വെച്ച് കൊടുക്കാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ച കാര്യം. ഇനി എവിടെയെങ്കിലും കിട്ടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ വില കിട്ടുന്ന സമയത്ത് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അതിനകത്തൊരു തർക്കവും ഗവൺമെൻറ് ഭാഗത്തുനിന്ന്. പിന്നെ ഒരു കാര്യം, പെൻഷൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, എന്നെക്കാൾ വളരെ സീനിയറായ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ഇങ്ങനെ പറയാൻ പാടില്ല. ഗൂഗിൾ നോക്കുക, അവിടെ നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആർ ശങ്കറാണ് പെൻഷൻ ആരംഭിച്ചതെന്ന് ഈ നാട്ടിൽ പറഞ്ഞാൽ ഏതെങ്കിലും ആൾക്കാർ വിശ്വസിക്കുന്ന കാര്യമാണോ? നമ്മുടെ മുമ്പിൽ ചരിത്രമില്ലേ? 45 രൂപ, ഞാൻ പറഞ്ഞോട്ടെ, 45 രൂപ പെൻഷൻ തുടങ്ങുന്ന കർഷക തൊഴിലാളിക്കാണ് നുണ പറയരുത്. പ്രിയപ്പെട്ട ശ്രീ ഷുക്കൂർ, നുണ പറയാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഞാൻ മുഴുവൻ പറഞ്ഞോട്ടെ. എന്റെ സമയം തൊഴിലാളി ക്ഷേമനിധി ഞാൻ പറഞ്ഞോട്ടെ, എന്റെ സമയത്ത് ഞാൻ പറഞ്ഞോട്ടെ. പിള്ള അതിനു മുമ്പ് തന്നെ സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നു. നിസ്സാര തുകയാണ് കൊടുത്തിട്ടുള്ളത്. അന്ന് വർഷം എത്ര മുമ്പ് ഏതായാലും പെൻഷൻ കൊടുക്കുന്നത് പ്രത്യപാദനമല്ലെന്ന് പറഞ്ഞ ആളുകളാണ്. പിണറായി സർക്കാരിന്റെ വഞ്ചനയാണിത്. പിണറായി സർക്കാർ ഇത് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ഗവൺമെന്റുകളാണ്. എന്തായാലും ശ്രീ പട്ടത്താനയുടെ പേര് പറഞ്ഞു, ആർ ശങ്കറിന്റെ പേര് പറഞ്ഞു. രണ്ടാടി എത്ര കാശ് ഏറ്റവും കൂടുതൽ പെൻഷൻ മേടിക്കുന്ന ഏത് വിഭാഗമാണെന്ന് സാറിന് പറയാമോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ പെൻഷൻ ഇന്ന് മേടിക്കുന്നത് ഇന്നൊരു പഞ്ചായത്തിന്റെ വാർഡിൽ 400ഓളം പേര് മേടിക്കുന്നുണ്ട്. കുട്ടനാട്ടിൽ പ്രത്യേകിച്ച്. ഞാനൊന്ന് പറയട്ടെ, 65 വയസ്സ് പ്രായത്തിന് മുകളിലായിരുന്നു പെൻഷൻ. അത് 60 കുറച്ചത് ഉമ്മൻചാണ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. 1 ലക്ഷം രൂപ വരുമാനമുള്ളവർക്കും പെൻഷൻ കൊടുക്കാൻ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. പിന്നെന്തിനാണ് പെൻഷൻ തട്ടിപ്പാണെന്ന് പറയുന്നത്? തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ, വിധവ വികലാംഗ പെൻഷൻ, അതുകൂടാതെ സാമൂഹ്യക്ഷേമ പെൻഷൻ. ഞാനൊന്ന് പറയട്ടെ സുഹൃത്തെ, ഇന്ത്യ മുന്നണിയിലെ ചേട്ടൻ ബാവയും അനിയൻ ബാവയും കൂടെ തർക്കിക്കാതെ നിങ്ങൾ ഒന്നാണ്. എന്റെ ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് പട്ടത്താനവരുടെ കാലത്ത് ആരംഭിച്ചു, പിന്നെ പറഞ്ഞു ആർ ശങ്കറിന്റെ കാലത്ത് ആരംഭിച്ചു. ഞാൻ പറഞ്ഞോട്ടെ, അവസാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞ അവസാനം പറഞ്ഞോളുക. ഏത് വർഷം എത്ര രൂപ തുടങ്ങി എന്ന കാര്യം ഒന്നും പറയുന്നില്ല. ഞാൻ പറയട്ടെ, 980-ലെ നയനാർ ഗവൺമെന്റ് ആദ്യമായി ആരംഭിക്കുന്ന കർഷക തൊഴിലാളിക്കാണ് 45 രൂപ. രണ്ടാം നയനാർ ഗവൺമെന്റ് 987 അധികാരത്തിൽ വന്നു 60 രൂപ. മൂന്നാം നയനാർ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു 120 രൂപ. VS ഗവൺമെന്റ് വന്നു 500 രൂപ. പിന്നെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അവസാനത്തെ വർഷം 100 രൂപ കൂട്ടി. പക്ഷേ 18 മാസം കുടിശ്ശി വെച്ചിട്ട് പോയി. പോട്ടെ 600, പോട്ടെ 600. ഒരു മര്യാദ കാണിക്കും നിങ്ങൾ. രാഷ്ട്രീയ നേതാവല്ലേ, മര്യാദ കാണിക്കും. VS ഗവൺമെന്റ് 500 രൂപ 600 ആക്കി. ഒന്നാം പിണറായി വിജയന്റെ ഗവൺമെന്റ് 1600 ആക്കി. രണ്ടാം ഗവൺമെന്റ് 2000 ആക്കി. ഈ 2000 രൂപ വാങ്ങിക്കുമ്പോൾ UDFന്റെ കാലത്ത് കൊടുത്ത ആകെ സംഖ്യ 100 രൂപയാണ്. ബാക്കി 1900 രൂപ ഇടതുപക്ഷം കൊടുത്ത പെൻഷനാണ്. ഒരു ന്യായവാദം വേണ്ട. അതല്ലെങ്കിൽ നാട്ടിൽ ആൾക്കാർക്ക് അറിയാവുന്ന കാര്യമാണ്. തമ്മിലുള്ള ഉമ്മൻചാണ്ടി നൽകിയത് അതെത്രയാ? 65 വയസ്സ് 60 കുറച്ചു.
20,000 രൂപ 1,00,000 വർദ്ധിപ്പിച്ചു. അങ്ങനെ വർദ്ധിപ്പിച്ചു വന്ന പെൻഷൻ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന കാര്യം പോലും പറയുന്നത്. നാട്ടുകാർക്ക് മനസ്സിലാകുന്ന പോലും പറയുന്നത്. നാട്ടുകാർക്ക് മനസ്സിലാവും. നാട്ടുകാർക്ക് മനസ്സിലാകുന്ന കാര്യം പോലും അവകാശപ്പെട്ടത് ഒന്നാക്കി റദ്ദ് ചെയ്തത് പിണറായി സർക്കാരാണ്. അല്ലെങ്കിൽ വിധവാ പെൻഷൻ, അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ, ഇത് 62 ലക്ഷം പേര് മേടിച്ചോണ്ടിരിക്കുകയാണ്. 62 ലക്ഷം പേര് കണക്ക് പറയുകയാണ്. മേടിച്ചോണ്ടിരിക്കുകയാണ്. ജനങ്ങൾ തിരിച്ചറിയാം. ഈ വാർഡ് 400 പേര് മേടിക്കും. ഈ വാർഡ് 400 പേര് മേടിക്കുകയാണ്. 400 പേര് പെൻഷൻ മേടിക്കുകയാണ്. ഈ വാർഡിൽ 400 പേര് ലക്ഷം പേര് മേടിച്ചോണ്ടിരിക്കുകയാണ് കേരളത്തിൽ. ആരോടാ ചോദ്യം? ശുക്കൂറിനോട് ചോദ്യം. ആർ ശങ്കറാണ് കേരളത്തിൽ ക്ഷേമ പെൻഷൻ കൊടുത്തതെന്ന് പറഞ്ഞു. എത്ര രൂപ ആദ്യഘട്ടത്തിൽ കൊടുത്തു എന്ന് പറയാമോ? എന്ത് കൊടുത്തു? 1 രൂപയോ? ഇത്ര നാളെ കേട്ടോ 1 രൂപ കൊടുത്തത് നാളമില്ലേ? കോൺഗ്രസ് ആയ നാളം വേണ്ടേ? 1 രൂപ കൊടുത്തെന്നോ? നിങ്ങൾ തുക പറ. എവിടെ കൊടുത്തു? എവിടെ കൊടുത്തു? ചുമ്മാ തട്ടിപ്പ് പറയാനാ. ശരി. ആരോടാ ചോദ്യം? രണ്ടുപേരോട് ഇവര് പഴയ കാര്യങ്ങൾ പറഞ്ഞ്, അതായത് ഈ പെൻഷൻ കൊടുത്ത കാര്യം ഇതല്ല. എന്താ കുട്ടനാടിന്റെ അവസ്ഥ? അതൊന്നും അല്ല. പെൻഷൻ പഴയ കാര്യമല്ലേ? അല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവര് ഈ പെൻഷൻ കൊടുത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു പെൻഷൻ കൊടുക്കാൻ വേണ്ടി കോടാനുകോടി കടമെടുക്കും. പെൻഷൻ മേടിക്കുന്നില്ലേ? പെൻഷൻ മേടിക്കുന്നത് മാത്രമല്ല, തകർന്നും തരിപ്പണമായി കിടക്കുക. നെല്ലിന്റെ വില കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുന്നത് നിങ്ങൾ തയ്യാറാണോ? കാർഷിക മേഖല തകർന്നു കിടക്കുകയാണ്. ബിജെപിയോട് ചോദ്യം. ബിജെപിയുടെ പ്രതിയോട് ചോദിക്കുകയാണ്. ഇവിടെ കർഷകന് നെല്ലിന്റെ പൈസ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങൾ കണക്ക് തരുന്നില്ലെന്നാ പറഞ്ഞത്. നിങ്ങൾ ഈ കണക്ക് തരുന്ന ഏത് സാഹചര്യത്തിലാണ്? ഇത് സിവിൽ സപ്ലൈ വഴി വിറ്റ് കഴിയുമ്പോഴാണ് കണക്ക് തരുന്നത്. അതുവരെ ഈ കർഷകന് പണം വേണ്ടെന്നാണ് ഒരു കാര്യം. ചോദ്യം മനസ്സിലായി. കർഷകന്റെ 48 മണിക്കൂറിനകം കേന്ദ്ര ഗവൺമെന്റ് നേരിട്ട് കർഷകർക്ക് നെല്ല് പൈസ കൊടുത്താൽ നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? കർഷകർക്ക് നേരിട്ട് കൊടുക്കാം. അതിനാണ് അല്ല, കർഷകർക്ക് നേരിട്ട് നെല്ലിന്റെ പൈസ കൊടുക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സംഘം ഇവിടെ 2-3 വട്ടം ഇവിടെ വലിച്ചുപോയി. കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി ഒരു ഉദ്യോഗസ്ഥരെ പോലും വിടാൻ തയ്യാറായില്ല. കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി നേരിട്ട് കർഷകരുടെ നെല്ല് പൈസ കൊടുക്കാണ്. നിങ്ങൾ തയ്യാറുണ്ടോ? കേന്ദ്ര കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഇവിടെ വന്ന് പരിശോധിച്ചു. ഇവിടെ കർഷകരുടെ പൈസ പണം നേരിട്ട് കൊടുക്കാൻ പോവാ. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നേരിട്ട് കർഷകരും തൊഴിലാളികളും ഒക്കെ സമരത്തിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ. പഞ്ചാബിൽ നടക്കും. സമരം ഇവർ അറിയുന്നില്ല. രാമങ്കരിയിലും 5 പേര് സമരം നടക്കുന്നുണ്ട്. SUCക്കാർ 5 പേര് സമരം നടക്കുന്നുണ്ട്. ആ കർഷക സമരം അല്ല ഇവിടെ നടക്കുന്നത്. ഇപ്പൊ രാമങ്കരിൽ നടക്കുന്ന 5 SUCക്കാരെ അവർ സമരം നടക്കുന്നു. നിങ്ങളാണ് നിങ്ങളുടെ ബി ടീമാ. SUCക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും അവിടെ പഞ്ചാബിലൊക്കെ അർബൻ നക്സലൈറ്റുകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് അവിടെ ഹരിയാനയിൽ പഞ്ചാബിൽ സമരം നടത്തും. ഞങ്ങൾ കർഷകരോടൊപ്പമാണ്. ഞങ്ങൾ കർഷകർക്ക് പൈസ തയ്യാറാണ്. നിങ്ങള് കർഷകരുടെ കക്ക കൊടുക്കുന്നില്ല, ഡോളാമറ്റ് കൊടുക്കുന്നില്ല, വിത്ത് കൊടുക്കുന്നില്ല, ഒന്നും കൊടുക്കാതെ വന്നിട്ട് ഇവിടെ പറയാ പെൻഷൻ കൊടുക്കുന്നത്. ആളുകളുടെ മുഴുവൻ പണം കൊള്ളയടിച്ചിട്ട് പറയാണ് ഞങ്ങൾ പെൻഷൻ കൊടുക്കുന്നത്. കോൺഗ്രസ് പ്രതിയോട് ചോദ്യം ചോദിക്കുകയാണ്. ഈ ത്രിതല പഞ്ചായത്തുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF ഒരു പ്രകടന പത്രിക ഇറക്കിയുണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്നത് ആശമാർക്ക് 2000 രൂപ വർദ്ധിപ്പിക്കുമെന്നും വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് വെച്ചു കൊടുക്കുമെന്നുള്ള പൊള്ളയായ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പൊള്ളയെന്ന് പറഞ്ഞുതരാം. ഇവിടെ ചൂരൽമലയിൽ ചൂരൽമലയിൽ വീട് നഷ്ടപ്പെട്ടവര് വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു വീടിന് 5 സെന്റ് സ്ഥലം പോലും വാങ്ങാത്ത ഈ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ പേർക്കും വീട് വെച്ചു കൊടുക്കും.
എങ്ങനെ നിങ്ങൾ വീട് വെച്ചു കൊടുക്കും? അതാണ് വയനാട് ഫണ്ട് പിരിച്ചിട്ട് അത് കൊടുത്തില്ല, കൃത്യമായി വീട് വെച്ച് കൊടുത്തില്ല. അതാണ് അവർ ചോദിക്കുന്നത്. ആശമാർക്ക് 2000 രൂപ വീതം അലവൻസ് നൽകും എന്നുള്ളത് UDF തീരുമാനമാണ്. ഞങ്ങൾ പഞ്ചായത്തുകളിൽ വന്നാൽ ആ പഞ്ചായത്ത് അത് കൊടുത്തിരിക്കും. നിങ്ങൾ പറഞ്ഞതുപോലെ 2500 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞത് ഇപ്പോഴും 10 വർഷമാകുമ്പോഴും തികയുമ്പോഴും 2000-ത്തിലേ നിൽക്കുന്നുള്ളൂ. 2500 പോയി. നിങ്ങൾ പോയി. അവിടെ ചോദിക്കുന്നത് 100 രൂപ കൂട്ടിയെടുത്താണ്. 1980 മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ആകെ 100 രൂപയാണ് UDF-ന്റെ സംഭാവന. 100 രൂപയാണ്. കോൺഗ്രസിന്റെയും BJP-യുടെയും പ്രതിനിധികളോട് തുല്യമായിട്ട് കുട്ടനാട്ടുകാർക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം. ഈ ക്യാൻസർ രോഗികൾ ഏറ്റവുമുള്ള ഒരു പ്രദേശം കുട്ടനാട്, കുടിവെള്ളത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുന്ന പ്രദേശം കുട്ടനാട്, യാത്രാ സൗകര്യത്തിന് ഏറ്റവും ബുദ്ധിമുട്ടുന്ന പ്രദേശം കുട്ടനാട്. ഈ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യുവാൻ കുട്ടനാടിന് മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. കുട്ടനാടിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഘടകകക്ഷികൾക്ക് വേണ്ടി ഇട്ടുകൊടുത്തിരിക്കുക കുട്ടനാടിന്. കൊടിക്കുന്ന സുരേഷ് ഇവിടുത്തെ MP ആയിരുന്നു. എന്തെല്ലാം നാടക അഭ്യാസമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറയാം, 615 കോടി വികസനമാണ് ഇവിടെ കാണാൻ കഴിയുക. ഇവിടെ കാണാൻ കഴിയുക. തോൽപ്പിക്കാൻ കഴിയാത്ത ഞാൻ പറയാം, കുടിവെള്ള പദ്ധതി പറയുന്നത് അന്നത്തെ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് നിയമസഭയിൽ പ്രഖ്യാപിച്ചതാണ് ഈ കുട്ടനാടിന് വേണ്ടി 284 കോടി രൂപയുടെ ശരി ശരി, ചോദ്യം മനസ്സിലായി. മറുപടി പറയട്ടെ പ്രസിഡന്റ്. ഇരിക്കും, ചോദ്യം മനസ്സിലായി. വെല്ലുവിളിച്ച് ഞാൻ പറയാം. മറുപടി പറയട്ടെ. 12 മുഴുവൻ പഞ്ചായത്തിലും ഓവർ പറയട്ടെ. ഉത്തരം പറയാൻ സമ്മതിക്ക്. ആ കുടിവെള്ള പദ്ധതി മുഴുവൻ പഞ്ചായത്തിനും ഓവർ ടാങ്കും അതുപോലെ വിതരണ ലൈനും കൂടി നിർമ്മിക്കാൻ 481 കോടി. എല്ലാ പഞ്ചായത്തിലും വെള്ളമില്ല. ഓവർഹെഡ് ടാങ്കിന്റെ പണി ചമ്പക്കുളം ആശുപത്രിയുടെ സ്ഥലത്ത് തുടങ്ങി കഴിഞ്ഞു. പോയി നോക്കണം. ഓവർഹെഡ് ടാങ്കിന്റെ സൂര്യ കൺസ്ട്രക്ഷൻ പണി ആരംഭിച്ചു. രാമങ്കരി, പള്ളിക്കൂട്ടമേ, മുഴുവൻ സ്ഥലത്തും ടാങ്ക് നോക്കുകുത്തിയായിരിക്കുക. 30 വർഷമായ ടാങ്ക് പകുതി വർക്ക് പൂർത്തിയായി. നിങ്ങൾ വലിക്കുന്ന ചോദ്യം ചോദിച്ചാൽ ചോദ്യം ചോദിച്ചാൽ മനഃപൂർവ്വമാണ്. അവിടെ പോയി ചോദ്യം ചോദിച്ചാൽ മറുപടി കേൾക്ക്. 30 വർഷം മുമ്പ് രൂപീകരിച്ച വാട്ടർ ടാങ്ക് എവിടെ? രാമങ്കലിലെ വാട്ടർ ടാങ്ക് ഒരു തുള്ളി വെള്ളം കെട്ടിയോ? നീലമ്പലിന് കെട്ടിയോ? കുളുങ്കുന്നിൽ കെട്ടി ഏത് വാട്ടർ ടാങ്കി വെള്ളം കെട്ടിന്ന് പറയട്ടെ. ഏത് വാട്ടർ ടാങ്കി വെള്ളം കെട്ടി 30 വർഷമായത്? നമ്മുടെ എല്ലാ പഞ്ചായത്തിലും ഒന്ന് കേൾക്കണം. കേട്ടിട്ട് നിങ്ങൾ പറഞ്ഞു. കേൾക്കൂ. 9 പാക്കേജ് മുഴുവൻ ടെൻഡർ ചെയ്തു. അതിൽ 7 പാക്കേജ് ടെൻഡറിനകത്ത് 30% എബോവ് വന്നു.
മന്ത്രിസഭാ യോഗം ചേർന്നാണ് ആ എബോ വന്ന് അത്രയും വന്നതുകൊണ്ട് അംഗീകാരം കൊടുത്തു. വർക്ക് ഇപ്പോൾ ആരംഭിക്കുകയാണ്. അല്ല, ഇവിടെ 30 വർഷം പൂർത്തീകരിച്ച ഒരു തുള്ളി വെള്ളം കയറിട്ടില്ല. തേനീച്ച കൂട് വെക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കയറിട്ടില്ല കുട്ടനാട്ടിലെ ടാങ്കുകളിൽ. പിന്നെ ടാങ്ക് പണി എവർക്ക് വെള്ളം കൊണ്ടുവരാനാ? 5 കിലോമീറ്റർ പോയാൽ ചമ്പക്കുളം പഞ്ചായത്തിലെ ഓവർടേക്ക് ടാങ്കിന്റെ പണി ആരംഭിച്ചത് കാണിച്ചതാണ്. പറയരുത്. തൊട്ടപ്പുറത്ത് ചമ്പക്കുളം ആശുപത്രിയുടെ അവിടെ ഓവർഹെഡ് ടാങ്കിന്റെ പണി ആരംഭിച്ചു. ജനങ്ങളെ പറ്റിക്കണ്ട. തൊട്ടപ്പുറത്ത് പണി ആരംഭിച്ചു. 5 ലക്ഷം ലിറ്റർ വെള്ളം കൊള്ളുന്ന ടാങ്കിന്റെ പണി അവിടെ ആരംഭിച്ചു. വെള്ളം കയറിട്ടില്ല. നിങ്ങൾ രണ്ടു കൂട്ടരും പറയാനുള്ള ബിജെപിയുടെ പ്രതിനിധിയോടാണ്. ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞു പള്ളിക്കുട്ടമ്മ ടാങ്കി വെള്ളമായിട്ട് 30 വർഷമായെന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ ഉൾപ്പെടെയുള്ള ടാങ്കുകളിൽ നിന്ന് ആ ടാങ്കിൽ വെള്ളം ഇപ്പോഴും വരുന്നത്. ഇന്നും കൂടെ വെള്ളം ഇന്നും കൂടെ വന്നാൽ കാണിച്ചുതരാം. ചുമ്മാ കള്ളത്തരം പറഞ്ഞ് ജനങ്ങളെ വിട്ടികളാക്കുന്ന രീതിയിലാണ് കോൺഗ്രസും ബിജെപി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഇവിടെ പറയുന്നത് MLA ഇങ്ങനെ പറഞ്ഞു, MLA ഇങ്ങനെ പറഞ്ഞു. അവർ സത്യമായ വാർത്ത പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും MLA ആയിട്ടിരിക്കുന്നത്. അല്ലാത്തവർ ഇവിടെ പ്രതിപക്ഷത്തിന് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നു മാത്രമാണ് പറയാനുള്ളത്. AC റോഡിൽ മാമ്പഴക്കര ഈ സൈഡിൽ കൊടുക്കുന്ന ആ പൈപ്പ് ലൈനിന്റെ പേരാണ്. അത് ഗെയിലല്ല, കുട്ടനാടിന്റെ വെള്ളം കൊടുക്കുന്ന പൈപ്പ് ലൈനാണ് വരുന്നത്. നിങ്ങൾ മാമ്പഴക്കരി പാലം മുതൽ ഇങ്ങോട്ട് വരുന്നത് ഗ്യാസ് പൈപ്പല്ല, ഗ്യാസ് പൈപ്പല്ല, പൈപ്പാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ചമ്പക്കുളം പഞ്ചായത്തിൽ നിവാസികൾ ഓടയ്ക്ക് വെളിയിലൂടെ പൈപ്പിട്ടില്ലെന്ന് പറഞ്ഞവർ പൈപ്പിട്ടു എന്ന് പറഞ്ഞോ? കുടിവെള്ളത്തിന്റെ പൈപ്പില്ലെന്ന് പറഞ്ഞവർക്ക് ഇപ്പോൾ അവർക്ക് തന്നെ പറയേണ്ടി വന്നു പൈപ്പിട്ടു. 10 വർഷം മുമ്പ് 10 വർഷം മുമ്പ് തുടങ്ങുന്നതാ. ഇന്നല്ല, 10 വർഷം മുമ്പ് തുടങ്ങുന്ന പണം. 10 വർഷം മുമ്പ് അനുവദിച്ച പണം ഇന്ന് അനുവദിച്ചല്ല. 10 വർഷം മുമ്പ് അനുവദിച്ച പണമാണ്. 10 വർഷം മുമ്പ് അനുവദിച്ച പണമാണ്. ഇപ്പോഴാണ് ടാങ്കിൽ 10 വർഷം മുമ്പ് 30 വർഷം പണിത ടാങ്കിൽ UDF കാരനോ LDF കാരനോ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ പരിശോധിക്കുക. എവിടെ വെള്ളം? ജലശ്രീ മിഷൻ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിനാണ്. വീടുകളിലും വെള്ളം കൊടുക്കാൻ മറുപടി നിങ്ങളുടെ അധികാരത്തിലിരിക്കുന്ന ഒരു മന്ത്രി, ഇന്ത്യൻ ഭരണഘടന കുന്തം കുടച്ചക്രം എന്ന് പറഞ്ഞിട്ട് പുറത്തുപോയ ഒരു മന്ത്രി, ആ മന്ത്രി കാർഷിക മേഖലയിൽ കുട്ടനാട്ടില് കൃഷിക്കാർ കൃഷി ചെയ്തില്ലെങ്കിലും, കുട്ടനാട്ടിലെ കൃഷിക്കാരൻ കൃഷി ചെയ്തില്ലെങ്കിലും ആന്ധ്രയിൽ തമിഴ്നാട്ടിൽ അരി കൊണ്ടുവരുന്ന പറഞ്ഞ മാന്യന്മാരാണ് ഇപ്പോൾ കൃഷി മേഖല ഉദ്ധരിക്കാൻ വരുന്നത്. അതിന് നിങ്ങൾ സമാധാനം പറയണം. രാജ്യം മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വോട്ട് വെട്ടി ജയിക്കാൻ പറ്റുന്നു. വോട്ട് വെട്ടാൻ നടക്കുകയല്ലേ? വോട്ട് വെട്ടാൻ സംസാരിക്കുന്നത് SIR-ന്റെ ഭാഗമായി വോട്ട് വെട്ടിക്കണം ജയിക്കാൻ പറ്റും നോക്കുമല്ലേ? ബീഹാർ കാണിച്ചതല്ലേ? കോൺഗ്രസിന്റെ നേതാക്കളോട് ഒരു ചോദ്യം. നിങ്ങൾ ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കേരളത്തിലെ സ്ത്രീകളോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. രാഹുൽ മാങ്കൂട്ടം MLA ആയിട്ട് ഇന്നും തുടരുന്നു. MLA ആയിട്ട് ഇന്നും തുടരുന്നു. സ്ത്രീകളോട് നിങ്ങൾക്ക് യാതൊരു പ്രതിബദ്ധതയില്ല.
രാഹുൽ മാങ്കൂട്ട എന്തോ ഒരു നാണക്കേടാ, വാളണ്ടിയർമാരോട് ഭയങ്കര സ്നേഹമല്ലേ? എന്തോ ഒരു നാണക്കേടാ. രാഹുൽ മാങ്കൂട്ട രണ്ടിടത്തുണ്ട് ആളുകൾ. നിയമസഭയിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഇത്തരത്തിൽ എംഎൽഎമാരുണ്ട്. പീഡനവീരന്മാർ രണ്ടുപേരുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ചോദിച്ചു പറഞ്ഞവരാണ്. ഇപ്പോഴ് 10 വർഷം ഭരിച്ചു. എന്നിട്ടും 232 തെരഞ്ഞെടുപ്പ് രാഹുൽ മാങ്കൂട്ട രാഹുൽ മാങ്കൂട്ടത്തെ ഞങ്ങൾ നടപടിയെടുത്തു. ഇതൊരു ചർച്ചയാണ്. ഇതാണ് പ്രശ്നം. ഇത് ശരിയല്ല. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞോളാം. നിങ്ങൾ വഴക്കുണ്ടാക്കേണ്ട കാര്യം എന്താണ്? അഭിപ്രായം അതുകൊണ്ട് അത് ശരിയല്ല. ശരിയല്ല. അവിടെ എംഎൽഎ ആയി പ്രവർത്തിക്കുന്നു, നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പിണറായിക്ക് 50% സ്ത്രീകൾക്ക് സംവരണം നൽകി ഈ സ്ത്രീകളോട് ഒരു മാന്യത പോലും കാണിക്കാത്ത UDF ഇന്നും രാഹുൽ മാങ്കൂട്ടത്തെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പാവപ്പെട്ട ചൂരൽമലയിലെ ആളുകൾക്ക് വീട് വെക്കാൻ കോടിക്കണക്കിന് രൂപ പിരിച്ചു മാറ്റിയിട്ട് ബാംഗ്ലൂരിൽ കൊണ്ട് കൊടുത്ത രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചു നടക്കുകയാണ്. നിങ്ങളുടെ സഹോദരന്മാരായി രാഹുലും എല്ലാവരും. അപ്പൊ ഒരു പരിധിക്കുള്ള പറയരുത്. പാലക്കാട് കഴിഞ്ഞാൽ നിങ്ങളുടെ സഹോദരന്മാരാ. അപ്പൊ നിങ്ങളുടെ മച്ചമ്പിമാരാണ്. കുറച്ചൊക്കെ പറയാവുള്ളൂ. കേരളത്തിലല്ലോ, കേരളം വിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മച്ചമ്പിമാരാ. അതുകൊണ്ട് അളിയനെ കുറേശ്ശെ പറയാവുള്ളൂ. അതുകൊണ്ടാണ് UDF മുഴുവൻ ആളുകൾ ഇപ്പൊ നിങ്ങളോടാണ്. നിങ്ങൾ മച്ചമ്പികളായ സ്വീകരിക്കും. നിങ്ങളെ സ്വീകരിക്കാൻ BJP NDL ആരെ സ്വീകരിക്കും? എല്ലാവരും സ്വീകരിക്കും. BJPയിലേക്ക് എല്ലാവരും സ്വീകരിക്കും. BJPയിലേക്ക് എല്ലാവരും സ്വീകരിക്കും. വഴിയൊന്നുമില്ല. എല്ലാവരും വരും. അതായത് ശ്രീ A. ഷുക്കൂർ, AC റോഡ്, പെരുമ്പളം പാലം, എന്തിന് മുൻ പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലെ വഴിയഴിക്കൽ പാലം, ഇതൊക്കെ വികസന പന്താവിൽ ഇവർ കണക്ക് കൂട്ടുന്നതാണ്. നിങ്ങൾ അവകാശപ്പെടേണ്ട. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത് കുട്ടനാടുകാർക്ക് അവസാനിപ്പിക്കുന്ന ഒരു പാലമാണെന്ന് പറയാമോ? കുട്ടനാടുകാർക്ക് പറയട്ടെ, ഈ പാലം ഇവിടെ ഊരാളുകൾ സൊസൈറ്റിക്ക് പണം ഉണ്ടാക്കി കൊടുക്കാൻ ചെയ്ത തിരിച്ചു പോകുമ്പോ പടഹാരം പാലത്തെ കൂടെ ഒന്ന് യാത്ര ചെയ്യണം. തിരിച്ചു പോകുമ്പോ പടഹാരം പാലത്തെ കൂടെ ഒന്ന് പോകണം. ഉമ്മൻചാണ്ടി കല്ലിട്ടാന്ന് പറയും. കുട്ടനാടുകാരുടെ വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ട് ഈ പാലം പണിതയിലൂടെ എന്ന് കുട്ടനാട്ടുകാർ ഒരു ചോദ്യം ചോദിക്കാൻ ഉമ്മൻചാണ്ടി പണിതാന്ന് ശ്രീ ഷുക്കൂർ പറഞ്ഞിരിക്കുകയാണ്. അപാരമായ തൊലിക്കെട്ടിയാ കേട്ടോ, അപാരമായ തൊലിക്കെട്ടിയാ. സാറിനോടാണ് ചോദിച്ചത്. എന്ത് പറയാനാ സാർ? നാലുകിട പാലമുണ്ട്, നാലുകിട പാലം. അധികാരത്തിലിരുന്നപ്പോൾ എന്തെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണമായിരുന്നു. കൊല്ലം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം 2016 മുമ്പ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് പണം കൊണ്ട് തുടക്കി വെച്ച ഏത് പദ്ധതി? എപ്പോ? എന്റെ സാറേ, അന്ന് കിഫ്ബി ഇല്ല സാറേ, അന്ന് കിഫ്ബി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല.
സാറേ അങ്ങനെ ഒരു ചോദ്യം അങ്ങനെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഒരു കാര്യം MLA നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. സാറ് ആദ്യം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. 28 രൂപ 20 പൈസ വെച്ച് ഞങ്ങൾ 4-5 വർഷത്തോളം കൃഷിക്കാർക്ക് സർക്കാർ തന്നു, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും. അതിനുള്ളിൽ തന്നെ ഈ 4-5 വർഷത്തിനകത്ത് തന്നെ കേന്ദ്ര സർക്കാർ 5 രൂപ 1 പൈസ കൂട്ടി. ആ കൂട്ടിയത് മുഴുവൻ നമുക്ക് തന്നില്ല. അതിനനുസരിച്ച് 9 രൂപ 80 പൈസ ഉണ്ടായിരുന്ന സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം അത് 5 രൂപ ലേലത്തിലേക്ക് കുറച്ചു. കൃഷിക്കാരന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ 5 വർഷം കൊണ്ട് കർഷക തൊഴിലാളികളുടെ കൂലി എന്തുമാത്രം കൂടി എന്നുള്ള കാര്യം സാറ് വ്യക്തമായി മനസ്സിലാക്കണം. അതിന് സാറ് മറുപടി പൈസ നിങ്ങൾ കൂട്ടിയത് 5 രൂപ 1 പൈസ ഞങ്ങൾക്ക് തരാനുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് കൂട്ടിയ 5 രൂപ 1 പൈസ കൂട്ടത്തിന് പകരം നിങ്ങൾ 1 രൂപ 80 പൈസ കൂട്ടിയത്. എന്നിട്ട് ആ 1 രൂപ 80 പൈസ കൊണ്ട് ഞങ്ങൾക്ക് 1 കിലോ നെല്ല് ഉത്പാദിപ്പിക്കുമ്പോഴത്തേക്കും അത് കിട്ടുന്നുണ്ടോ സാർ അന്വേഷിക്കണം. സാർ MLA ആണ്. ഭക്ഷ്യഭദ്രതാ നിയമത്തെ കൂടി അടിസ്ഥാനമാക്കിയാണ് നെല്ല് സംഭരണം വരുന്നത്. സ്വാഭാവികമായിട്ടും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റ് ഭാഗമായി തന്നെയുള്ള കാര്യമാണ്. അത് നമുക്ക് സമയത്ത് പണം ചോദിച്ച് ഞാൻ ഉത്തരം പറയട്ടെ, ഒരു മര്യാദ കാണിക്കുന്നു. നിങ്ങൾ പറഞ്ഞു ഈ കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിയതിന്റെയും എന്നോട് ചോദിച്ചു ഞാൻ ഉത്തരം പറയണ്ടേ? അതിന്റെ ഉത്തരവ് പിണറായി വിജയൻ ഒറ്റയടിക്ക് 30 കൊടുക്കുമെന്ന് പറഞ്ഞ് കൃഷിക്കാരെ വഞ്ചിച്ചു. ഞാൻ പറഞ്ഞ നെല്ല് സംഭരണത്തിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെയാണ് ഞങ്ങൾ ഏറ്റെടുത്തോട്ടെ. ഞങ്ങൾ എടുത്തോളാം. BRS വഴി ബാങ്ക് കൺസോർഷ്യം വഴി പണം കൊടുത്ത വകയിൽ 3 കൊല്ലത്തെ പണം ഇപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് തന്നിട്ടില്ല. വെറുതെ പച്ചക്കള്ളം പറയാണ്. നിങ്ങളുടെ സുഹൃത്ത് പച്ചക്കള്ളം പറയാണ്. കേന്ദ്ര ഗവൺമെന്റ് കണക്ക് കൊടുക്കുന്ന ഈ പണം കൊടുത്തു. ഒരു സർക്കാരിന്റെ ഉണ്ടായിരുന്നു. ആകെ ചെലവിന്റെ 75% ചെലവഴിക്കപ്പെടുന്ന കേരളത്തിന്റെ നിങ്ങളുടെ ഉൾപ്പെടെ പറഞ്ഞു. BJP ഗവൺമെന്റ് ആണ് കേരളത്തിൽ നൽകിയിട്ടുള്ളത്. ഏത് മേഖലയിലും കേന്ദ്ര ഗവൺമെന്റ് കോടിയാണ് ഈ വർഷം കിട്ടിയത്. പൊതുമരാമത്ത് വകുപ്പിന് നിങ്ങളുടെ ആദരണീയ നേതാവ് G. സുധാകരൻ സാർ 100 രൂപ ഏറ്റവും കൂടുതൽ ചെലവഴിക്കുമ്പോൾ ഈ കേരളത്തിൽ 75 പൈസ ഈ സംസ്ഥാനം ചെലവാക്കാണ്. 100 രൂപ ചെലവാക്കുമ്പോ ഈ സംസ്ഥാനത്ത് 75 രൂപ ചെലവാക്കാണ്. 100 രൂപ ചെലവഴിക്കുമ്പോ 100 രൂപ ചെലവഴിക്കുമ്പോ 75 പൈസ കേരളം ചെലവാക്കുകയാണ്. ഈ കേരളത്തിന്റെ ചെലവിന്റെ 4% മാത്രമാണ് BJP ഗവൺമെന്റ് തരുന്നത്. ഞങ്ങളുടെ നികുതി കാശ് കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ നികുതി കാശ് തിരിച്ചുകൊണ്ട് പോയിട്ട് കറണ്ട് ചാർജ് കൂടി അതാണ് മഹത്വം. ഈ കേരളം 100 രൂപ ചെലവാക്കുമ്പോ 75 രൂപ ഈ കേരളം ചെലവാക്കുകയാണ്. നിങ്ങളുടെ വിഹിതം 25 രൂപ മാത്രമേ ഉള്ളൂ. ബീഹാറിൽ എത്രയാണ്? ബീഹാറിൽ 100 രൂപ ചെലവാക്കുമ്പോ 70 രൂപ ചെലവാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് ബീഹാറിൽ. ഈ കേരളത്തോട് കാണിക്കുന്ന മര്യാദയോടാണ്. ഈ കേരളത്തോട് ഇവിടുത്തെ കാശ് കേരളത്തോട് കാണിക്കുന്ന മര്യാദയോടല്ലേ? നിങ്ങൾ മലയാളികളല്ലേ? കേരളം നിങ്ങളുടെ കൂടി നാടല്ലേ കേരളം? മര്യാദകളല്ലേ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് കാണിക്കുന്നത്? കോൺഗ്രസ്സുകാരോട് ചോദിച്ചോട്ടെ, കേന്ദ്ര ഗവൺമെന്റ് കർഷകന്റെ പേരിൽ കള്ളക്കണ്ണീർ ഒഴുക്കുന്ന കോൺഗ്രസ്സുകാരോട് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് കുറെ MPമാരുണ്ടല്ലോ. നിങ്ങൾ ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടി ഏതെങ്കിലും ഒരു MP പാർലമെന്റിൽ സംസാരിച്ചിട്ടുണ്ടോ? ഇവിടെ ഒരു MP ഉണ്ട്, കൊടിക്കുന്നിൽ സുരേഷ്. അദ്ദേഹം പാർലമെന്റിൽ മിണ്ടത്തില്ല.
അദ്ദേഹം പാർലമെന്റ് അവിടെ പോയി പിന്തുണയ്ക്കുക, അവിടെ പോയി പിന്തുണയ്ക്കുകയാണ്, അവിടെ പോയി താളം പിടിക്കലാണ്, അവിടെ പോയി BJPക്ക് വേണ്ടി താളം പിടിക്കുകയാണ്, താളം പിടിച്ചു കൊടുക്കുകയാണ്, താളം പിടിച്ചു കൊടുക്കുകയാണ്. പാർലമെന്റിൽ പോകാറില്ല. നിങ്ങളും ഒക്കെ ഉത്തരവാദികൾ. അവിടെ ചെല്ലുമ്പോൾ ഒന്നാണ്. അതാണ് പുള്ളി പാർലമെന്റിലേ വെല്ലാറില്ല. കൊടുക്കുന്ന സുരേഷ് പാർലമെന്റിലേക്ക് പോകാറില്ല എന്നാ പറഞ്ഞത്. അതാണ് ജോസഫും ആ കുട്ടനാട് പാക്കേജ് തുലച്ചു കളഞ്ഞത് അല്ലേ? PJ ജോസഫും കൊടിക്കുന്ന് സുരേഷ് അഴിയുണ്ടാക്കിയല്ലേ ഈ പാക്കേജ് പൊളിച്ചു കളഞ്ഞത് അല്ലേ? അല്ലേ? ഈ നാട്ടുകാർക്കെല്ലാം അറിയാം, കുട്ടനാട്ടുകാർക്കെല്ലാം അറിയാമല്ലോ. അതെല്ലാം നല്ലവണ്ണം അറിയാം അവർക്ക്. 7 തവണ നോക്കിയിട്ട് പരാജയപ്പെടുത്താൻ കഴിയാത്ത ആളുകളാണ് ഇവിടെ വന്ന് വീരവസ്യം പറയുന്നത്. 7 തവണ നോക്കിയിട്ട് പരാജയപ്പെടുത്താൻ കഴിയാത്ത ആളുകളാണ് വീരവസ്യം പറയുന്നത്. LDF കപട നാടകം കളിക്കാണ്. കേരളം ചർച്ച ചെയ്യുന്ന സ്വർണ്ണക്കൊള്ളയോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എവിടെ സ്വപ്ന സുരേഷ് എന്തിയെ? സ്വപ്ന സുരേഷ് എന്തിയെ? എവിടെ സ്വപ്ന സുരേഷ്? എവിടെ സ്വപ്ന സുരേഷ് പാക്കിയതാ? സ്വപ്ന സുരേഷ് എവിടെ? സ്വപ്ന സുരേഷ് എന്തിയെ? വീട്ടിട്ട് പൂട്ടിയാ? സ്വപ്ന സുരേഷ് എന്തിയെ? BJP ഓഫീസിലിട്ട് പൂട്ടിയാ? എവിടെ ഇപ്പൊ? എന്തേ ഇപ്പൊ പുറത്ത് കാണുന്നില്ലല്ലോ, ഇപ്പൊ പുറത്ത് കാണുന്നില്ലല്ലോ. കൊണ്ട് നടന്നില്ലേ? തോളെത്താക്കി കൊണ്ട് നടന്നില്ലേ? തോളെത്താക്കി കൊണ്ട് നടന്നില്ലേ? എവിടെ ഇപ്പോ? എവിടെയായിപ്പോ സ്വപ്ന സുരേഷ്? തോളെത്താക്കി കൊണ്ട് നടന്നതല്ലേ? 5 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞേ. 5 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ കേക്കട്ടെ. 5 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യം ഒന്നുകൂടെ കേരളത്തോട് പറഞ്ഞേ, കേരളത്തോട് പറഞ്ഞേ. എവിടെ കൈതോലപ്പായ സ്വർണം? കൈതോലപ്പായ സ്വർണം എവിടേക്കാ? സ്വർണം ഖുർആന് സ്വർണം ഉണ്ടോ? ഉണ്ടോ? ഒന്ന് കാണിച്ചേ. ED അല്ലേ അന്വേഷിച്ചത്? ED നിങ്ങളുടെ ED അല്ലേ അന്വേഷിച്ചത്? ഒരു തുമ്പൊന്ന് കാണിച്ചേ, ഒരു സ്വർണത്തിന് സരി കാണിച്ചേ. ഈ ഗവൺമെന്റ് ആയിരുന്നപ്പോൾ കാണിക്കാമോ? സ്വപ്ന സുരേഷ് പാക്ക് ചെയ്ത് പൂട്ടി. വികസിത കേരള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനോപകാരപ്രദമായി നരേന്ദ്രമോദി സർക്കാർ നടപ്പിൽ വരുത്തിയ മുഴുവൻ പദ്ധതികളും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. സൗജന്യ ആരോഗ്യ പദ്ധതി, സൗജന്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം പോയി നോക്കണം. ചാരി ഉണ്ടാ വരുമ്പോ ആ ഭക്ഷ്യധാന്യം വാങ്ങിച്ചു നോക്കണം. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന റേഷൻ കട BPL-കാരന് അന്ത്യോദയക്കാരന് സൗജന്യമായി കൊടുക്കുന്ന നരേന്ദ്രമോദി റേഷൻ കട വഴി വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൊടുക്കാവോ? കൊടുത്തു. കൃത്യമായി വയനാട്ടിലേക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാം കൊടുത്തു. നിങ്ങൾ തൊഴിൽ കൊടുത്തിട്ടില്ല. ചർച്ച ചെയ്യപ്പെട്ട വിഷയം ഈ യുവാക്കൾക്ക് തൊഴിലില്ലാത്ത വിഷയം, കാർഷിക ഇതൊക്കെ പറയണം. അല്ലാതെ പെൻഷൻ മാത്രമല്ല. ആർക്ക് തൊഴിൽ കൊടുത്തു? ആർക്ക് തൊഴിൽ കൊടുത്തു? എത്ര ഫാക്ടറി ആലപ്പുഴ ജില്ല പൂട്ടി? പറയട്ടെ, എത്ര ഫാക്ടറി? ശരി, അതായത് LDF ജനക്ഷേമമാണ് മുമ്പോട്ട് വെക്കുന്നത്. ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങളെ ഒക്കെ ഈ ജനക്ഷേമവും നിങ്ങളുടെ വികസനവും കൊണ്ട് മറികടക്കാനും വിജയിക്കാനും ആകുമോ നിങ്ങൾക്ക്? ഞങ്ങൾ വിവാദത്തിന്റെ ഭാഗമായിട്ടേ സഞ്ചരിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് നാടിന്റെ വികസനമാണ്. നിയമന നിരോധനമില്ലാത്ത കേരളം, പവർ കട്ടില്ലാത്ത കേരളം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളം, ട്രഷറി പൂട്ടാത്ത കേരളം, സ്കൂള് പൂട്ടാത്ത കേരളം, പാഠപുസ്തകം കൊടുത്ത കേരളം, സ്കൂള് പണിത കേരളം, 5 ലക്ഷം വീട് കൊടുത്ത കേരളം, 5 ലക്ഷം പട്ടയം കൊടുത്ത കേരളം. ഇങ്ങനെ നാട്ടിലെ സാധാരണപ്പെട്ട മനുഷ്യന്റെ ജീവിത പ്രയാസങ്ങൾ പരിഹരിക്കാൻ, വികസനം കൊണ്ടുവരാൻ 90,000 കോടി രൂപയുടെ കിഫ്ബി വികസനം സാധ്യമാക്കിയ കേരളം. അങ്ങനെ ഇനിയും ഒരുപാട് മുന്നോട്ട് വികസനത്തിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്ന LDF-ന്റെ കാര്യങ്ങൾക്ക് ശക്തി പകരാൻ ഈ തദ്ദേശ ഇലക്ഷനിൽ വോട്ട് രേഖപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന കാര്യം. തീർച്ചയായും പടക്കളം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. നെടുമുടി ജനതയ്ക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളതെന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞു. പടക്കളം ഇനി അടുത്തിടത്തേക്ക്.